വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കുറച്ച് കൺഫ്യൂഷനും അല്ലെ കുറെ പ്രശ്നങ്ങളും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ഇലക്ട്രിസിറ്റിയിലെ PYQs ആണ്, പ്രധാനമായിട്ടും പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ചില കുട്ടികൾ പറയുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, പിന്നെ ഈ PYQ പഠിച്ചിരുന്നോട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക അല്ലെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുന്ന സിലബസിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന കണ്ടന്റ് എല്ലാം സെയിം ആണ്. ഇനി ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറി എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും പുതിയ പാറ്റേണിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ബാക്കിയെല്ലാം ഫോളോ ചെയ്യുന്നത് നമ്മളെ പഴയ ആ ഒരു ടൈപ്പ് തന്നെയായിരിക്കും. സോ കണ്ടന്റ് സെയിം ആയത് കൊണ്ട് തന്നെ നിങ്ങൾ PYQs നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സാമിന് പോവാം. ഓക്കെ, റെഡി? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഈ ഒരു ചോദ്യം, റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഹിയർ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ രണ്ട് രീതിയിലാണ് റെസിസ്റ്റേഴ്സുകൾ കണക്ട് ചെയ്തത്. അത് മുഴുവൻ സീരീസിലാണെങ്കിൽ ഇത് രണ്ടും പാരലൽ വേയിലും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുക, സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. സീരീസ് എന്ന് പറയുമ്പോൾ ഇവിടെ മാലയിൽ നമ്മൾ മുത്തിങ്ങനെ കോർത്തിടും അല്ലെ, ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ഒന്ന് കഴിഞ്ഞ് ഒന്ന്, ആ രീതിയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ പാരലൽ എന്ന് പറയുമ്പോൾ പാരലൽ ആണ് അല്ലെ. റെയിൽവേ ട്രാക്കില് ട്രെയിനുകൾ എങ്ങനെയാ നിർത്തിയിടുക? ഇവിടെ ഒരു ട്രെയിൻ, ഇതിലൊരു ട്രെയിൻ, ഇതിലൊരു ട്രെയിൻ, അങ്ങനെയല്ലേ, അങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ടല്ലേ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് രീതിയിലുമുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡ് ആണുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ R എഫക്റ്റീവ്, അതായത് ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാതും കൂടെ ആഡ് ചെയ്താൽ മതി. R1 R2 പ്ലസ് R3 ആ ഫോമിൽ പോയാൽ മതി. എന്നാൽ പാരലൽ കണക്ഷൻ ആവുമ്പോൾ അങ്ങനെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. 1/R എഫക്റ്റീവ്, R എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ R ടോട്ടൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ആ ഫോമിലാണ് അത് പോകുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരുപാട് റെസിസ്റ്റേഴ്സുകൾ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അതെല്ലാം 10 ohm എല്ലാം സെയിം റെസിസ്റ്റൻസ് വാല്യൂ ആണ് എല്ലാത്തിനും ഉള്ളത്. അതായത് എല്ലാതും സെയിം R ആ രീതിയിലാണെങ്കിൽ അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NR, അതായത് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അതിനെ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻഡ് സിമിലർലി നമ്മളുടെ പാരലൽ കണക്ഷനിലുണ്ട് അതുപോലെ. ഇതാ നോക്കിക്കോളൂ, ഒരുപാട് റെസിസ്റ്റേഴ്സുകൾ ഇങ്ങനെ പാരലൽ വേയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാതും സെയിം റെസിസ്റ്റൻസ് വാല്യൂസ് ആണെങ്കിൽ അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് R/N എന്ന് ചെയ്താൽ മതി. അതായത് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ ആ നമ്പറിനെ അതിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എപ്പോഴും മാക്സിമം റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുക സീരീസ് കണക്ഷനിലാകുമ്പോൾ ാണ്, മിനിമം കിട്ടുക പാരലൽ കണക്ഷനിലാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ്, ബിക്കോസ് ഇവിടെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ആണ്. കറണ്ടിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യുന്ന ആളാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കുറവാകുന്നിടത്താണ് കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുക. അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും, യെസ് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ, നമുക്ക് ആദ്യം ഇത് ടോട്ടൽ അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ട് പാരലൽ ചെയ്യാമെന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കി വെക്കണം. അതായത് ഈ ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിച്ചിട്ട് വേണം ഇതിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതായത് ഇവിടെ രണ്ടെണ്ണം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ പാരലൽ മനസ്സിലാക്കുക, ഇവിടെ എൻസിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് രണ്ടെണ്ണത്തിന്റെയും എൻഡ് എങ്ങോട്ടാ, ഒരേ പോയിന്റിലേക്കാണ് വരുന്നത് അല്ലെ. ഇതിന്റെ എൻഡും ഇതിന്റെ വയറുകളുടെ എൻഡ് വരുന്നത് ഒരേ പോയിന്റിലേക്കാണ് വരുന്നത് അല്ലെ.
So they are connected in parallel way. So parallel വേയിലാണെങ്കിൽ എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? അത് നമുക്കറിയാലോ. അതായത് R effective is equal to എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് രണ്ടും സെയിം ആണ്. 10 ohm ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും പിന്നീട് ആലോചിക്കരുത്. നമുക്കറിയാം R/N ആണ്. ഇവിടെ R എന്ന് പറയുന്നത് 10 ആണ്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 2 എണ്ണമാണുള്ളത്. സോ 10/2 that is equal to 5. So we got 5 ohm അല്ലേ? ഇനി നമുക്കറിയാം ഇപ്പോ ഇതൊന്ന് ഓൾറെഡി അവിടെ ഉണ്ട്, 5 ohm ഉണ്ട്. പിന്നെ ഇത് രണ്ടിന്റെയും കൂടെ നമുക്ക് എത്ര കിട്ടി? ആ ഒരൊറ്റ റെസിസ്റ്റൻസ് 5 ohm ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അഗെയിൻ അപ്പുറത്ത് ഒരാളും കൂടെ ഉണ്ട് അല്ലെ, 5 ohm. ഇനി നമുക്ക് കംപ്ലീറ്റ് എല്ലാവരും കൂടെ സീരീസ് വേയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? എങ്ങനെ നമുക്ക് കണ്ടെത്താം? നമുക്കറിയാം ഇതെല്ലാം സീരീസിലാണ്, ഒരുപോലെയുള്ളവരാണ്. സോ അതുകൊണ്ട് തന്നെ R effective is equal to N into R. That is equal to ഇവിടെ 1, 2, 3. അപ്പൊ 3 into R. R എന്ന് പറയുമ്പോൾ 5 ആണ്. സോ 3 into 5 that is equal to 15 ohm എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. സോ ദ ആൻസർ ഈസ് 50 ohm. നിങ്ങൾ നന്നായിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ കിട്ടും. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ്. വായിച്ചു നോക്കാം. എ 5 ohm റെസിസ്റ്റർ അല്ലെ, എ 5 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എ ബാറ്ററി ഓഫ് 6 volt. Okay, calculate the energy that dissipates as heat in 10 seconds. ആദ്യം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്നിവിടെ സൈഡിൽ ഒന്ന് എഴുതി കൊടുക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആൻസർ കിട്ടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സൈഡിൽ എഴുതി കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു കോൺഫിഡൻസ് വരാനുണ്ട്. അപ്പോൾ അത് വരും, പിന്നീട് നിങ്ങൾക്ക് ഓരോ ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെ ഓർമ്മ വരും, അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിവിടെ എഴുതി കൊടുക്കണം. സോ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 5 ohm ഉണ്ട് അല്ലെ. പിന്നെ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 6 volt ആണ്. പിന്നെന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് ആണ് അല്ലെ. ഹീറ്റ് നമുക്ക് അറിയില്ല, അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, ആൻഡ് ടൈം ഇസ് ഈക്വൽ ടു 10 seconds. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റിന് നമ്മൾ 3 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. ജൂൾസ് ലോയിൽ നമ്മൾ പഠിക്കുന്നതാണ്. H is equal to I² RT. ഇതിവിടെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഐ ഇല്ല, അതുകൊണ്ട് ഇത് വേണ്ട. ഇനി അടുത്ത ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഇക്വേഷൻ ആണ് H is equal to V² divided by R into T അല്ലെ. ഇത് നമുക്കറിയാം. ഇനി മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്, H is equal to VIT. So we can use this equation, കാരണം ഇതിലെല്ലാവരും ഉണ്ട്. V² by R into T എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. So we get the answer. എന്താ നമുക്ക് കിട്ടുക നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. H is equal to V എന്ന് പറയുമ്പോൾ 6, അപ്പൊ 6ന്റെ സ്ക്വയർ എത്ര വരും? 36 divided by എത്ര പേരുടെ R എത്രയാണ്? 5 into 10. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എത്ര കിട്ടും? 72 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് അത്രയും ജൂളാണ് നമുക്ക് കിട്ടുക. അത്രയും ജൂളാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് തവണ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്രാവശ്യം ഇത് ഉറപ്പിച്ചോ, കാരണം ചോദിക്കും. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ ഓഫ് ലെങ്ത് 2 meter. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് അപ്പം അവിടെ ഒന്ന് ലൈൻ ചെയ്ത് പോവാം കേട്ടോ. എങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊക്കെ നോക്കിയോ. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് 1.55 into 10⁻⁻⁶ m². അപ്പൊ അതും അണ്ടർലൈൻ ചെയ്യണം. എന്താണെന്നൊന്നും അപ്പം ആലോചിക്കണ്ട, അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 2.8 into 10⁻⁸. ഇനി പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, ഈ 10⁻⁸, 10⁻⁶ ഒക്കെ കാണുമ്പോൾ ബോധം കെട്ടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ ഇക്വേഷൻസ് മാത്രമാണ് പ്രധാനമായിട്ടും ഓർമ്മിച്ച് വെക്കുന്നത്, കാരണം ന്യൂമറിക്കൽസ് ഇവിടുത്തെ വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് എന്നൊന്ന് എഴുതി കൊടുക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഇസ് ഈക്വൽ ടു 2 meter ആണ്. പിന്നെന്താണ്? ഏരിയ തന്നിരിക്കുന്നുണ്ട് അല്ലെ, അത് 1.55 into 10⁻⁻⁶ ആണ്. ആൻഡ് റെസിസ്റ്റിവിറ്റി റോ എന്ന് തന്നിട്ടുണ്ട്.
2.8 into 10⁻⁻8 ആണ്. കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സുഖം കിട്ടും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതൊക്കെ ഞാൻ എഴുതിയല്ലേ, ഇനി ഇതിന്റെ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് എഴുതണം കേട്ടോ, ഉറപ്പായിട്ട് എഴുതണം. അഥവാ എങ്ങാനും നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ ഒരു എക്സാമിൻ്റെ അന്ന് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കൂടി അരച്ച് കലക്കി കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ തെറ്റ് വരാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് നമ്മൾ പേപ്പർ നോക്കുന്ന ആൾക്ക് തോന്നാണ്, കുട്ടി ഇതൊക്കെ എഴുതിയില്ല, എന്തൊരു അടിപൊളി കുട്ടി എന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടുന്ന ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ അല്ലേ. അപ്പോൾ ഫൈനൽ ആൻസർ അഥവാ തെറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും നോക്കുന്ന ടീച്ചർക്കൊക്കെ ഒരു സമാധാനം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത്. കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. R = ρ × L/A. ഇതിങ്ങനെ എഴുതിയിട്ട് നിങ്ങളൊരു ബോക്സിൽ അങ്ങോട്ട് ഇട്ടോട്ട് കൊടുത്താൽ കഴിഞ്ഞു മോനെ. കഴിഞ്ഞിട്ടില്ല, ഇനി ഇതെല്ലാതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്രക്കും സിമ്പിളാണ്. ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.8 into 10⁻⁻8 into 2 divided by 1.55 into 10⁻⁻6. ഒരു പ്രത്യേക കാര്യം പറയാം. അതിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, വാവ് ഇതൊക്കെ വളരെ സിമ്പിൾ ആണല്ലോ, ഇതൊക്കെയാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മനസ്സിലാരും എഴുതി നോക്കണ്ട, ഒരു പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വാവ് സിമ്പിൾ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഫൈനൽ ആൻസറിൽ നമ്മൾ പലപ്പോഴും എത്താറില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ബോധം കിട്ടി നിൽക്കണോ? വേണ്ട. ആദ്യം നമുക്ക് ഇയാളെയും നമുക്ക് എന്ത് ചെയ്യാം, അത് മായ്ച്ചപ്പോൾ പോയി കഴിഞ്ഞോ, ഒരു മിനിറ്റ്. നമ്മുടെ ഈ ഒരു 2.8നെയും ഈ ഒരു 2.8നെയും 2വിനെയും നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ആദ്യം നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 2.82 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 5.6 കിട്ടും അല്ലെ. അപ്പൊ 5.6 into 10⁻⁻8 മുകളിലുണ്ട്, താഴെയാണെങ്കിലോ 1.55 into 10⁻⁻6. ഇത്രയും നമ്മുടെ കയ്യിൽ കിട്ടിയല്ലോ. ഇനി ബോധം കിടണോ? ബോധം കിടാനായിട്ടില്ല. കാരണം എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈ 10⁻⁻ അല്ലെ പവേഴ്സുകൾ ഉള്ളത് ഒരു ഭാഗത്ത്, മറ്റുള്ളൊരു സൈഡിൽ അല്ലെ. ദാറ്റ് ഈസ് 5.6 divided by 1.55 into 10⁻⁻6 divided by 10⁻⁸. ഇങ്ങനെ കിട്ടിയില്ലേ? കിട്ടി. ഇനി ഇത് കണ്ട് നിങ്ങൾ ആരും ബോധം കെടേണ്ട. കാരണം ഇതിനേക്കാൾ എത്രയോ സിമ്പിളാണ് ഇത് ചെയ്യാൻ. അപ്പം ആദ്യം നമുക്ക് ഇയാളെ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തീർക്കാം അല്ലെ. എങ്ങനെയാ അത് ചെയ്യുക? കൺഫ്യൂഷൻ ആയിപ്പോയോ? അതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 5.6 divided by 1.55 എങ്ങനെ നമ്മൾ ചെയ്യുക? ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണോ? അയ്യോ, അതൊക്കെ ചെയ്താൽ നിങ്ങളുടെ സമയം അവിടെ തീർന്നു പോകും. അപ്പം നമ്മളതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ പോയിന്റുകളൊക്കെ ഒഴിവാക്കിയാൽ നമുക്കൊരു സമാധാനം കിട്ടും, ചെയ്യാനൊരു സുഖമായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര വരും? 56 divided by 15.5. അപ്പോഴും പോയിന്റ് ഉണ്ട്, ആകെ ബുദ്ധിമുട്ട് അല്ലെ. ഇനി വീണ്ടും ഞാൻ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഒരു മാറ്റം വരുന്നില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോയിന്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, പുറത്താക്കാൻ പറ്റും. സോ ദെൻ വി വിൽ ഗെറ്റ് 560 divided by 155. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. 560 divided by 155 സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ദെൻ നമുക്കറിയാം 3 into 155 4 6 അല്ലെ, 465 വരും. 465 നമുക്ക് അവിടെ കിട്ടും. then ഇത് എന്ത് ചെയ്യാം? ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമോ? നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ 5 അല്ലെ, അപ്പൊ എത്ര വരും? 95 വരും. 95ല് 155 എത്ര പ്രാവശ്യം പോകും നമുക്കറിയോ? പോകൂല അല്ലെ. ഇത് ചെറുതും അത് വലുതുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇതിൽ പോകും. അപ്പൊ ഇവിടെ 0 ഇട്ട് കൊടുത്താല് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. ഇതിൽ എത്ര പ്രാവശ്യം പോകും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആൻഡ് യു വിൽ ഗെറ്റ് 6 into 155 എന്ന് പറയുന്നത് 930 ആണ്. ഓക്കെ,
ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാം അല്ലേ. മൈനസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ആ മൈനസ് ആരും മറന്നു പോയത്. മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. 20 പോവില്ല. അപ്പം നമ്മൾ ഇവിടെ 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ വീണ്ടും പോയിന്റ് ഇട്ട് കൊടുക്കണോ? വേണ്ട. ഒരു പ്രാവശ്യം നിങ്ങൾ പോയിന്റ് ഇട്ട് എടുത്താൽ മതി. അല്ലാതെ വീണ്ടും പോയിന്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം. ദെൻ ഇതിൽ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. 155 വീണ്ടും അങ്ങനെ സ്റ്റെപ്പ് പോകും. അപ്പോൾ നമുക്ക് 3.61 എന്ന ആൻസർ കിട്ടി. അതായത് നമുക്ക് അതിന് 3.6 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ബാക്കിയുണ്ട് എന്താണ്? 10⁻⁸ ഡിവൈഡ് ബൈ 10⁻�6. ബോധം കിടണോ? വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമുക്കറിയാം 10⁻x ബൈ 10⁻y എന്ന് പറഞ്ഞാൽ 10⁻x-y ആ ഫോർമുല വരിക. അതായത് താഴെയുള്ള ആള് മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആയി മാറും അല്ലെ. പ്ലസ് ഉള്ള ആള് മൈനസ് ആവും. ഇവിടെ ഓൾറെഡി മൈനസ് ആണ്. മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. സോ നമുക്ക് ചെയ്ത് നോക്കാം. 3.6 × 10⁻⁸ ഇൻറ്റു 10⁻+6 എന്ന് വരും. ഇനി ഇതെങ്ങനെയാ ചെയ്യുക അല്ലെ? ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ വിചാരിക്കും ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയല്ല. ഇതങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഇത് 3.6 × 10⁻⁻8+6 ഈ ഫോമിലാണ് വരിക. ഫോർ എക്സാമ്പിൾ ഞാനത് പറഞ്ഞുതരാം. അതായത് 10⁻x × 10⁻y എന്ന് പറയുന്നത് 10⁻x+y. അപ്പൊ രണ്ട് ഫോർമുലാസ് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എഴുതി കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 3.6 × 10⁻². ഇത്രയും ഓമാണ് ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 2 ട്രിക്കുകൾ അല്ലെങ്കിൽ ഈ 2 ഫോർമുലാസ് നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അല്ല അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം തന്നിട്ടാണ് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ ഇതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.